അങ്ങനെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട സൗജന്യ യാത്ര നിലവിൽ വന്നു. സൗജന്യങ്ങൾ എപ്പോഴും നല്ലതാണ്. അത് അർഹതപ്പെട്ടവർക്ക് നൽകപ്പെടുമ്പോൾ കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ സൗജന്യം അർഹിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ടിക്കറ്റ് എടുത്തേ യാത്ര ചെയ്യുള്ളൂ എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. അവരുടെ സ്വരം പുറത്തു വരുന്നില്ല എന്ന് മാത്രം. അവരെ ആരും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഒന്നാമതായി തന്നെ ഷോർട്ട് ടൈം ജേണികൾക്ക് ഇന്നത്തെ കാലത്ത് ബഹുഭൂരിപക്ഷം സ്ത്രീകളും ബഹുഭൂരിപക്ഷം ജനങ്ങളും ഉപയോഗിക്കുന്നത് സ്വന്തം കാറാണ്, അല്ലെ സ്വന്തം വണ്ടിയാണ്. വണ്ടിയില്ലാത്തൊരു കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൈവറ്റ് ബസ് വ്യവസായം നഷ്ടത്തിൽ ഓടുന്നത്. ഇന്ന് ബസ് യാത്ര വളരെ കുറവാണ്. കാർ വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. EMI അടച്ചാണെങ്കിലും മതി. ലഭ്യമാണ്, സുലഭമാണ്, വളരെ ഈസി ആയിട്ട് ലഭിക്കും. പിന്നെ യാത്ര ചെയ്യുന്ന ലോങ് ജേണിയാണ്, ദീർഘദൂര യാത്ര. അതിനാണ് കൺസെഷനോട് ഇല്ലതാണ്. കൺസെഷൻ വേണം അർഹിക്കുന്നവർക്ക്. ഞാൻ വീണ്ടും പറയുന്നു, അർഹിക്കുന്നവർക്ക്. ഉദാഹരണത്തിന് BPL അംഗങ്ങൾക്ക് നൽകാം കൺസെഷൻ. അതുമല്ലെങ്കിൽ 60 കഴിഞ്ഞവർക്ക്, സീനിയർ സിറ്റിസൺസ്, അത് സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്ക് നൽകാമല്ലോ. 60 കഴിഞ്ഞവർക്ക് 50%, 70 കഴിഞ്ഞവർക്ക് പൂർണ്ണ സൗജന്യം, അങ്ങനെയൊക്കെ നൽകാം. അത് വിവേകപൂർണമായ തീരുമാനമാണ്. അതല്ലാതെ എല്ലാവർക്കും നൽകുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവുന്ന കാര്യമല്ല. അവർ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ശരിയാ. പക്ഷെ അവര് പറയുന്നത് പാർട്ടി ഫണ്ടിൽ നൽകുമെന്നല്ല, പബ്ലിക് ഫണ്ടിൽ നിന്ന്, ഖജനാവിൽ നിന്ന്, പൊതുഖജനാവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് പാർട്ടി ഫണ്ട് ഉപയോഗിച്ച് സൗജന്യം നൽകുമെന്നല്ല, മറിച്ച് പബ്ലിക് ഫണ്ട്, പൊതുഖജനാവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പണം, ടാക്സ് പേയേഴ്സ് മണി. ഇനിയിപ്പോ ലാഭത്തിലോടുന്ന KSRTC നഷ്ടത്തിലാവും. അപ്പൊ നഷ്ടം നികത്താൻ സർക്കാർ കാശ് കൊടുക്കേണ്ടി വരും. നമുക്കറിയാം സർക്കാർ തന്നെ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് എടുത്തൊക്കെയാണ് ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെയുള്ള സർക്കാരിന് ഇങ്ങനെയുള്ള ആഡംബരം വിവേകപൂർണമാണോ എന്നുള്ളതാണ് പ്രശ്നം. പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുമ്പോൾ വിവേകപൂർണമായി ചെലവഴിച്ചില്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. അതിലെല്ലാം ഉപരി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മാറ്റമുണ്ട്. ഇതുവരെ ഓർഡിനറിയായി ഓടിയിരുന്ന പല ബസ്സുകൾ ഇനിയിപ്പോ ഫാസ്റ്റോ, സൂപ്പർ ഫാസ്റ്റോ, സിറ്റി ഫാസ്റ്റോ ഒക്കെ ആയി മാറും. ഒരു ബോർഡ് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. പിന്നെ ഈ ഓർഡിനറി ബസ്സിനെ കണ്ടെത്തണമെങ്കിൽ മഷിയിട്ട് നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ പരിഷ്കാരം എത്രമാത്രം നീളുമെന്ന് കാത്തിരുന്ന് കാണാം. താങ്ക് യു.